ദൈവത്തിലെ ഹേരോദാവ് പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ ദൈവം അവനെ തുറന്നു വിട്ടു. കാരണം സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയായിരുന്നു അതിന് കാരണമായത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൻ്റെ മേലാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മീയ വിഷയത്തിന് മേലാണോ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിലാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവവിഷയത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ആ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു പടിവാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തെ വിളി കേൾപ്പാൻ അടുത്തു വന്നു. സന്തോഷത്താൽ പടിവാതിൽക്കൽ തുറക്കാതെ അകത്തേക്ക് അവൾ ഓടി. പത്രോസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം വന്നു. പക്ഷെ അവൾ പേടിച്ച് അവൾ ഓടി അകത്തേക്ക് പോയി പറഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും അത്ഭുതമായി. കാരണം ഇങ്ങനെയും ദൈവം പ്രവർത്തിക്കുമോ? അവർ പറഞ്ഞ നിനക്ക് ഭ്രാന്തുണ്ടെന്നാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവം പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ഭ്രാന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ പറയും. പക്ഷെ നിങ്ങൾ മുന്നോട്ട് ഓടുക. പക്ഷേ 16-ാമത്തെ വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പത്രോസ് മുട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവർ വാതിൽ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ദൈവം നിന്നോട് പറഞ്ഞുവെങ്കിൽ നീ അത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ശത്രു പുറകേ വന്ന് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കും, പക്ഷെ നിൻ്റെ ഫോക്കസിൽ തന്നെ നിൽക്കുക. കാരണം ദൈവം ഒരു കമ്മീഷൻ നിന്നെ ഏൽപ്പിച്ചെങ്കിൽ നീ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കരുത്. ദൈവം നിന്നോട് എന്തു പറഞ്ഞോ അത് തന്നെ ചെയ്യുക. കേരളത്തിലുള്ള എല്ലാ ദൈവദാസന്മാരോടും ദാസികളോടും ശുശ്രൂഷക്കാരോടും പറയുവാനുള്ളത്, നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുക. പലരും വിസ്മയിക്കത്തക്ക രീതിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. പലരും ഭ്രാന്തെന്ന് പറയും, കാര്യമില്ല. കാരണം നിന്നെ കാരാഗൃഹത്തിൽ അടച്ച നിനക്കറിയാം, നിന്നെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറക്കിയ ദൈവത്തിനറിയാം. നിനക്കറിയാം, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. 8-ാം വാക്യം, അവൻ അങ്ങനെ ചെയ്തു. നിൻ്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമക്കളെ, എഫെസ്യ ലേഖനം 6 പറയുന്നത് പോലെ നിങ്ങൾ അരയിൽ സത്യം കെട്ടിയും കാലിൽ ചെരുപ്പ് സമാധാന സുവിശേഷത്തിനായിട്ട് ഈ നീതി എന്ന വസ്ത്രവും ധരിച്ചിട്ടുണ്ടെങ്കിൽ നീ സമാധാനത്തോടെ മുന്നോട്ട് തന്നെ പോവുക. ദൈവശബ്ദം മാത്രം കേൾക്കുക. ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കരുത്. മനുഷിക ശബ്ദം, അവരുടെ കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ഭൗതികമായത് സംഭവിക്കാതിരിക്കുമ്പോൾ അവർ ലോകത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ആത്മീയ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയില്ല. നിനക്ക് കിട്ടിയ മർമ്മത്തിൽ നീ മുന്നോട്ട് ഓടുക. പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന കർത്താവ് ബാക്കി കാര്യം ചെയ്യും. നീ മുന്നോട്ട് ധൈര്യത്തോട് തന്നെ പോകുക. നിങ്ങളുടെ മിനിസ്ട്രി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ജനം ഭ്രാന്തെന്ന് പറയുമ്പോൾ ദൈവം നീ അഭിഷിക്തനെന്ന് പറയുന്നു. കീപ് ഗോയിങ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗിവ് അപ്പ്.